എക്സലിലെ റഫറൻസ് എറർ. ഫോമുലകളിലെ റഫറൻസുകൾ ഇൻവാലിഡ് ആകുമ്പോഴാണ് എക്സൽ റഫറൻസ് എറർ റിട്ടേൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ സെല്ലിലെ ഫോമുല നോക്കുക. ഈ സെല്ലിന് തൊട്ടു മുകളിലുള്ള 6 സെല്ലുകളിലെ തുകകളുടെ ആകെ തുക കണ്ടെത്താനാണ് ഈ ഫോമുല ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലിന് മുകളിലുള്ള 6 സെല്ലുകളിലെ തുകകളുടെ ആകെ തുകയാകും ഈ ഫോമുല റിട്ടേൺ ചെയ്യുക. ഇനി ഇതേ ഫോമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ഒരു റെഫറൻസ് എറർ ആകും റിട്ടേൺ ചെയ്യുക. കാരണം ഈ സെല്ലിന് മുകളിലേക്ക് 6 സെല്ലുകളില്ല. അതുകൊണ്ട് തന്നെ ഈ റെഫറൻസ് ഇൻവാലിഡ് റെഫറൻസ് ആയി. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഈ എന്ന കോളത്തിലുള്ള ഫോമുലകൾ നോക്കുക. സി എന്ന കോളത്തിലെ വാല്യൂവിനെ ഡി എന്ന കോളത്തിലെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി ഡി എന്ന ഈ ഒരു കോളം ഞാൻ ഡിലീറ്റ് ചെയ്താൽ ഇവിടെയുള്ള ഫോമുലകളിലെ രണ്ടാമത്തെ റെഫറൻസ് ഇൻവാലിഡ് റെഫറൻസ് ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ ഫോമുലകൾ റെഫറൻസ് എറർ ആകും റിട്ടേൺ ചെയ്യുക. ഇനി മൂന്നാമത്തെ ഉദാഹരണം. ഈ ഫോമുല നോക്കുക. എക്സാമ്പിൾ D10, അതായത് എക്സാമ്പിൾ എന്ന ഷീറ്റിലെ D10 എന്ന സെല്ലിനെയാണ് ഈ ഫോമുല റെഫർ ചെയ്യുന്നത്. ഇനി ഈ എക്സാമ്പിൾ എന്ന ഷീറ്റിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഫറൻസ് ഒരു ഇൻവാലിഡ് റെഫറൻസ് ആയി. അതുകൊണ്ട് തന്നെ റെഫറൻസ് എറർ ആകും ഫോമുല റിട്ടേൺ ചെയ്യാം.